നമസ്കാരം. ഈ ബുധഗ്രഹത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, അതായത് കൂടുതൽ ശക്തിയോടെ നിൽക്കുകയും അല്ലെങ്കിൽ അത് മന്ദമായിട്ട് നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഒരാളിൻ്റെ ഇൻ്റലിജൻസ്, ബുദ്ധി, ബ്രെയിൻ ഇതിനെയൊക്കെയാണ് ബാധിക്കുന്നത്. അപ്പോൾ ബുധനാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് മഹാവിഷ്ണുവിൻ്റെ ആദ്യ അവതാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ, അതായത് മത്സ്യാവതാരം, കൂർമാവതാരം, വരാഹാവതാരം, നരസിംഹാവതാരം, വാമനാവതാരം, ശ്രീരാമ അവതാരം, അങ്ങനെയുള്ള അവതാരങ്ങളിൽ ആദ്യമുള്ള അവതാരങ്ങളിൽ ഒന്നിനെ പ്രകീർത്തിക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശക്തിയും ഏറ്റവും ക്ഷിപ്രപ്രസാദിയുമാണ് നരസിംഹം. നരസിംഹമൂർത്തിയുടെ ചില കീർത്തനങ്ങൾ പറയുന്നത് നന്നായിരിക്കും. ഓം നരസിംഹായ നമഃ, ഓം മഹാസിംഹായ നമഃ, ഓം ദിവ്യസിംഹായ നമഃ, ഓം മഹാബലായ നമഃ, ഓം ഉഗ്രസിംഹായ നമഃ, ഓം സ്തംഭജായ നമഃ, ഓം ഉഗ്രലോചനായ നമഃ, ഓം രൗദ്രായ നമഃ, ഓം സർവാത്ഭുതായ നമഃ, ഓം ശ്രീപതേ നമഃ, ഓം യോഗാനന്ദായ നമഃ, ഓം ശ്രീവിക്രമായ നമഃ, ഓം ഹരേ നമഃ, ഓം കോലാഹലായ നമഃ, ഓം ചക്രിണേ നമഃ, ഓം വിജയായ നമഃ, ഓം ജയവർദ്ധനായ നമഃ, ഓം പഞ്ചാനനായ നമഃ, ഓം പരസ്മൈ ബ്രഹ്മണേ നമഃ, ഓം അഘോരായ നമഃ, ഓം ഘോരവിക്രമായ നമഃ, ഓം ജ്വലന്മുഖായ നമഃ, ഓം ജ്വാലാമാലിനേ നമഃ, ഓം മഹാജ്വാലായ നമഃ, ഓം മഹാപ്രഭവേ നമഃ, ഓം നെടിലാക്ഷായ നമഃ. ഇത്രയും ബുധനാഴ്ച ദിവസങ്ങളിൽ പാരായണം ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നത് നിങ്ങളുടെ ബുദ്ധി വർദ്ധിക്കാനും അതുപോലെ തന്നെ നിങ്ങൾ അബദ്ധമായിട്ട് ഒന്നും പറയാതിരിക്കുവാനും അബദ്ധമായിട്ടുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരാതിരിക്കുവാനും അപക്വമായിട്ടുള്ള ഈ വിചാരങ്ങളും മറ്റുമൊക്കെ മാറ്റാനും വളരെ നല്ലതാണ്. ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒരു 9 ബുധനാഴ്ചകളിൽ ഇതൊന്ന് ചൊല്ലി നോക്കൂ. രാവിലെ കുളിച്ചിട്ട് ഒന്ന് ഇതൊന്ന് ചൊല്ലി നോക്കൂ. അതിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളുടെ ഇൻ്റലിജൻസ്, നിങ്ങളുടെ ബുദ്ധിയിലും നിങ്ങളുടെ ചിന്താശക്തിയിലും ഉണ്ടാകുന്ന ആ ഒരു മേന്മ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. നിങ്ങളിനി അപക്വമായിട്ടൊന്നും പെരുമാറില്ല. ഒന്ന് ശ്രമിച്ചേ. എല്ലാവർക്കും നല്ലത് വരട്ടെ. എല്ലാ കൂട്ടുകാർക്കും നല്ലത് വരട്ടെ.